കളമശ്ശേരി സ്ഫോടനത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ വിദ്വേഷ പ്രചാരണം നടത്തിയ കേസുകളിൽ നീക്കം സജീവമാക്കി പോലീസ്. രാജീവ് ചന്ദ്രശേഖരനെതിരായ കേസുകളിൽ ഇന്റർപോളിന്റെ സഹായത്തോടെ ഫേസ്ബുക്ക് ആസ്ഥാനത്തുനിന്നും വിവരങ്ങൾ തേടും. ആഭ്യന്തര വകുപ്പ് പോലീസിന് ഇക്കാര്യത്തിൽ അനുമതി നൽകി. 6 അനന്തരഷം വിവരങ്ങളാണ്. അനന്തൻ, പെട്ടെന്ന് ഈ കേസിൽ നീക്കം സജീവമാക്കുന്നതാണോ അതോ അതിന്റെ പ്രോസസ് നടന്നു വരികയാണോ? സമീപകാലത്ത് എന്തെങ്കിലും കാര്യങ്ങളാണോ ഇതിന് വേഗം കൂട്ടിയത്? ദിവിഷ്, കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്ന് കേന്ദ്ര സഹമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ സമൂഹ മാധ്യമങ്ങളിലിട്ട കുറിപ്പ്, ആ കുറിപ്പ് വലിയ വിവാദമായിരുന്നു. അതിൽ വർഗീയ വിദ്വേഷമുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഈ സമൂഹ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഉള്ള പോസ്റ്റിന്റെ ആധികാരികത ഉറപ്പുവരുത്താൻ അതിന്റെ വിശദാംശങ്ങൾ ഫേസ്ബുക്കിനോട് തേടിയിരുന്നു എറണാകുളം പോലീസ്. പക്ഷേ അത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇതോടെയാണ് ഇന്റർപോളിന്റെ കൂടി സഹായം തേടാൻ വേണ്ടി ഉള്ള അനുമതി തേടി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനെ സമീപിച്ചത്. ഈ DGPയുടെ ഈ അപേക്ഷയിലാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. മെറ്റയോട് വിവരങ്ങൾ ഇന്റർപോൾ വഴി തേടാനുള്ള അനുമതി സംസ്ഥാന പോലീസിന് ആഭ്യന്തര വകുപ്പ് നൽകിയ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഉത്തരവ് വന്നത് ഈ മാസം 8-ാം തീയതിയാണ്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലെ സംഭവങ്ങളുമായി ഇതിന് ബന്ധമൊന്നുമില്ല. ഏതായാലും അത് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ സ്വാഭാവികമായ നീക്കം എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ ഉത്തരവിന്റെ പകർപ്പ് ഇന്നാണ് പുറത്തു വന്നത്. ഏതായാലും ഈ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം ഉയർത്തുന്ന പോസ്റ്റുകൾ ഇട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ കർശനമായ നടപടിയുമായി സംസ്ഥാന പോലീസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണിത്. വിഷയം ശരി. 6 അനന്തരമാണ് വിവരങ്ങൾ നൽകിയത്.